Hello kitties, welcome back to Salem Learning. It's me Anuratna. നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. എന്റെ മക്കളെ എല്ലാവരും ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും ഇനി വേഗം നിങ്ങളെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപേ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഫ്രാക്ഷനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യം പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പറേഷൻസ് ആയിരുന്നു. ഓപ്പറേഷൻസിന്റെ അകത്ത് നമ്മൾ പഠിച്ചൊരു കാര്യം എന്താ, ഫ്രാക്ഷൻസിന്റെ അഡിഷനും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഭാഗം നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഫ്രാക്ഷൻ അഡിഷൻ പോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷൻ അല്ലെ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. നിങ്ങൾ അറിയുന്ന കാര്യമാണ് ഫ്രാക്ഷൻസ് എന്ത് ചെയ്യണം, ഗുണിക്കാനും ഹരിക്കാനും. പക്ഷെ അത് എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ തറവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസുള്ള എല്ലാ പ്രോബ്ലംസും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ റെഡി. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ ഫ്രാക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്ങനെ എഴുതുന്ന സംഖ്യകളാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലെ. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, 1/2 എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും മുകളിലും താഴെയായിട്ട് എഴുതുന്ന സംഖ്യകളാണ് ഫ്രാക്ഷൻ ആയിട്ട് പറയുക, ഭിന്ന സംഖ്യകളായിട്ട് പറയുക. ഈ ഫ്രാക്ഷൻസിന്റെ എന്ത് പഠിക്കണം നമുക്ക് ഇനി? ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസിന്റെ അകത്ത് നിങ്ങൾ അഡിഷന്റെ ഭാഗം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആയിരിക്കും. ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ മിസ് എന്ത് ചെയ്യാം, വേഗം ചോദ്യം കാണിച്ചു തരാം. നമുക്ക് ഓരോ ചോദ്യമായിട്ട് വായിച്ചിട്ട് വേഗം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യമാണടാ, ഒന്ന് വേഗം വായിച്ചു നോക്കിക്കേ. 3/5 into 2/4. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെ, വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 3/5ഉം 2/4 കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക? ഒന്നുമില്ല, വളരെ 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 സിമ്പിൾ ആണ്. നേരെ ഒന്ന് ഗുണിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. നേർക്ക് നേരെയുള്ള യുദ്ധം എന്നൊക്കെ പറയാം. നേരെ എന്റെ മക്കൾ എന്ത് ചെയ്യാ, ഗുണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് 3ഉം 2ഉം ന്യൂമറേറ്ററും നേരെ ഗുണിക്കുക. അതേപോലെ ഡിനോമിനേറ്ററും നേരെ ഗുണിച്ചാൽ മതി. അപ്പൊ ഒന്ന് വേഗം ഗുണിച്ചു നോക്കിക്കേ, എന്ത് വരും? ഇവിടെ നേരെ മൾട്ടിപ്ലൈ ചെയ്താല് 3 × 2 എന്ന് പറഞ്ഞാല് 6 എന്ന് വരും. അതേപോലെ താഴെ എന്ത് വരും, 5 × 4 20 എന്ന് വരും. 6/20 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. സിമ്പിൾ അല്ലേടാ, വളരെ സിമ്പിൾ ആണ് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാ, രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുക. എന്തായാലും നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ് പറയുന്നതിന് മുന്നേ മക്കൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഓടി വന്ന് പറയണം. ഓക്കെ, അപ്പൊ റെഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ വരുക, 4/6 × 3/6. അപ്പൊ നമ്മൾ വിചാരിക്കും രണ്ട് സ്ഥലത്തും 6 ആണല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. എന്ത് ചെയ്താൽ മതി, നേരെ ഗുണിച്ചാൽ മതി. അപ്പൊ നേരെ ഗുണിക്കുമ്പോൾ എന്ത് വരും, 4നെ 3നെ നേരെ ഗുണിക്കണം. അതേപോലെ 6ഉം 6ഉം നേരെ ഗുണിക്കണം. അപ്പൊ എന്താ വരുക, നേരെ മുകളിൽ 4 × 3 12 ഡിവൈഡഡ് ബൈ 6 × 6 6 36 അല്ലെ, 36 12/36 എന്ന് വന്നിട്ടുണ്ടാവും. സിമ്പിൾ അല്ലേ. അപ്പൊ ഇതേപോലെ ഒരു പ്രോബ്ലം മിസ് തരാം, എന്റെ മക്കളൊന്ന് ചെയ്ത് നോക്കിക്കേ. എന്താ വരുക, 1/9 × 5/8. 1/9ഉം 5/8ഉം കൂടെ ഗുണിക്കണം. സിമ്പിൾ ആയിട്ട് നമ്മൾ നേരെ ഗുണിക്കും അല്ലെ. നേരെ ഗുണിക്കുമ്പോൾ എന്ത് വരും, 1 × 5 എന്ന് പറഞ്ഞാല് 5 എന്ന് വരും. താഴെ 9 × 8 എന്ന് പറഞ്ഞാൽ 9 8 72 എന്ന് വരും. 72 5/72. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏത് രീതിയിൽ ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും എന്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റണം. ഇനി അടുത്ത ഡിവിഷനിലേക്ക് പോയി നോക്കാം. പക്ഷെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അതിലെ ഡിവിഷനില്, പക്ഷെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം, നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ പ്രോബ്ലവും ചെയ്ത് നോക്കാം. റെഡി? അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഒന്ന് വായിച്ചു നോക്കിക്ക്, എന്താ വരുക, 3/8 ഹരിക്കണം 4/5. 3/8 ഡിവൈഡഡ് ബൈ 4/5. എന്ത് ചെയ്യും? നേരെ ഹരിക്കുകയാണോ വേണ്ടത്? അല്ല, വേറെ എന്താ നമ്മൾ ചെയ്യുക? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, മിസ് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത്,
എടാ ഇവിടെ നമ്മൾ എന്തിനെയാണ് ഹരിക്കുന്നത്? അല്ലെ, എന്തുകൊണ്ടാണ് ഹരിക്കുന്നത്? 4/5 ആ 5 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 3/8 4/5 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അവൻ എന്ത് ചെയ്യണം? നമ്മള് തല തിരിച്ചിടണം. ഓക്കെ, നമ്മൾ അതിന് തല തിരിച്ചിട്ടിട്ട് ഗുണിച്ച് കളഞ്ഞാൽ മതി. സിമ്പിൾ ആണ്. അവനെ നമ്മൾ തല തിരിച്ചിടണം, എന്നിട്ട് ഗുണിച്ച് കളഞ്ഞാൽ മതി. തല തിരിച്ചിടുന്നതിന് നമ്മൾ മലയാളത്തിൽ എന്തായിരുന്നു പഠിച്ചേ? യെസ്, വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. എടാ റെസിപ്രോക്കൽ എടുത്ത് നോക്കിക്കേ, തല തിരിച്ചിട്ടാൽ എന്ത് വരും? 5 നേരെ മുകളിൽ വരും, 4 നേരെ താഴെ വരും, ഇല്ലേ? അപ്പൊ നമ്മൾ എഴുതി നോക്കിക്കേണ്ട മക്കള്, ഇതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പൊ 3/8 എന്ത് ചെയ്യണം? ഇതിനെ തല തിരിച്ചിട്ടാല് 5 മുകളിലും 4 താഴെയും വരും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്നിട്ട് പിന്നെ ഹരിക്കല്ല, ഗുണിച്ചാ മതി. അപ്പൊ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ നമ്മൾ ചെയ്തേ? ഗുണിക്കുമ്പോ നേരെ നേരെ ഗുണിച്ചാ മതി. അപ്പൊ നേരെ നേരെ ഒന്ന് ഗുണിച്ചു നോക്കി, എന്താ വരുക? 3ഉം 5ഉം കൂടെ നേരെ ഗുണിക്കണം, 8ഉം 4ഉം കൂടെ നേരെ ഗുണിക്കണം. ഓക്കെ, അപ്പൊ 3 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാല് എന്ത് വരും? 3 5 15. താഴെയോ 8 × 4 8 4 32 എന്ന് വന്നിട്ടുണ്ടാവും. 32 15/32. ഇതേപോലെയാണ് ബാക്കി എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും മിസ് 2 പ്രോബ്ലോടെ ചെയ്തു തരാം. അപ്പൊ വേഗം ചെയ്യണേ, റെഡി ആയിട്ട് വേഗം ചെയ്യണം. അപ്പൊ നോക്കിയാൽ 1/9 ഹരിക്കണം 5/6. നമ്മൾ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് ഇവനെ തല തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ തല തിരിച്ചിടുമ്പം 6 നേരെ മുകളിൽ വരും, 5 നേരെ താഴെ വരും അല്ലെ? നോക്കിക്കേ, എഴുതി നോക്കിക്കേ, എന്താ വരിക? ഇവിടെ എന്തോ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അത് 1/9 തന്നെ. റെഡി? അപ്പൊ ഇതിനെ തല തിരിച്ചിടുമ്പോ എന്താ ഇവിടെ? 6 നേരെ മുകളിൽ വരും, 5 നേരെ താഴെ വരും, എന്നിട്ട് ഗുണിച്ചാ മതി. റെഡി അല്ലേ? അപ്പൊ അതാ വേഗം ഒന്ന് ഗുണിച്ച് നോക്കിക്കേ, എന്ത് വരും നമുക്ക് ഗുണിക്കുമ്പോ? നേരെ നേരെയാണ് ഗുണിക്കുമ്പോ നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ 1 × 6 എന്ന് പറഞ്ഞാല് 6 വരും, താഴെ 9 × 5 എന്ന് പറഞ്ഞാൽ 45 വരും. 6/45. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ അല്ലെ? അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 പ്രോബ്ലം കാണാം, പക്ഷെ അതിൽ ഒരു പ്രോബ്ലം എന്തായാലും ഞാൻ ചെയ്തുതരാം. ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം എന്റെ മക്കള് തന്നെ എന്ത് ചെയ്യാ? ചെയ്ത് തന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. 6/2 / 2/5. നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് ഇവനെ തല തിരിച്ചിടണം, റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ എന്താ തരുക? ഇവിടെ നോക്കിക്കേ, 6/2 അതുപോലെ തന്നെ എഴുതുക. ഇതിന് തല തിരിച്ചിട്ടാല് 5/2 എന്ന് വരും, എന്നിട്ട് ഗുണിച്ചാ മതി. റെഡി അല്ലേ? അപ്പൊ ദാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ദാ 6 × 5 6 5 30 അല്ലെ? 30. 2 × 2 താഴെ എന്ത് വരും? 2 × 2 4 എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ എത്ര വരും? 30/4. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് പ്രോബ്ലം എന്തായാലും നിങ്ങൾ ഇതേപോലെ തന്നെ വേഗം ചെയ്തിട്ടുണ്ടാവും. എന്റെ കുട്ടികളല്ലേ, മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ എന്തായാലും ലാസ്റ്റ് ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഇതേപോലെ നിങ്ങളെ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ നമ്മൾ കുറെ കാര്യം പഠിച്ചു. ഇനി എന്തായാലും ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് ഇനിയും അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.